ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്ലാസ് 10 ഹിന്ദി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നാളെ ഹിന്ദിയുടെ എക്സാം ആണ്. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് 2-3 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെയിൻ ബസേരിയം എന്ന് പറയുന്ന യാത്രാവൃത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ആ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം क्वेश्चन एवं അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ പിൻ ചെയ്ത് വയ്ക്കാം. सूचना रेन बसेरे में यात्रावर्त का अंश पढ़े प्रश्न 8 और 9 के उत्तर लिखे. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്താണ്. അതുകൊണ്ടാണ് റെയിൻ ബസേരിയമ എന്ന് പറയുന്ന യാത്രാവർത്തിന്റെ ഒരു ഭാഗം വായിച്ചിട്ട് 8-9 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ്. ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഓർഡറിൽ വരുമ്പോൾ 8-9 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പം റെയിൻ ബസേരിയമ എന്ന് പറയുന്നതിലെ ഒരു പോർഷൻ അവിടെ തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. उसके सवाल बेसिर पर के दे, जवाब न देते तो चाबुक से मारने की धमकी देता, इसलिए मैम कोई ना कोई जवाब देता रहा. वो लगातार चीखता चिल्लाता रहा. बीच बीच में हवा में ऐसे हाथ घुमाता मानो हाथ में कोड़ा हो. ഓക്കെ, ഇതാണ് ആ പാരഗ്രാഫ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേഖവും അതുപോലെ തന്നെ ചൂട്ടും അമ്പലത്തിൽ രാത്രി ചെലവഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പാകലാദ്യം അവരുടെ അടുത്തേക്ക് വന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആണിത്. ഉസ്കെ സവാൽ ബേസിർ പരിക്കേത്, അതായത് ഒരു തലയും വാലും ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ആണ് അയാൾ ചോദിച്ചത്. ജവാബ് ന ദേത്തെ തോ ചാബുക് സെ മാർനേക്ക് ധംകി ദേത്ത, അതായത് ഉത്തരം തന്നില്ലെങ്കിൽ ഒരു ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്നും പറയുന്നുണ്ട്. ഇസ്ലിയെ മേം കോയി ന കോയി ജവാബ് ദേത്ത രഹ, അതുകൊണ്ട് ഞാൻ, അതായത് ലേഖകൻ എന്താണ് ചെയ്തത്, എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. വോ ലഗാത്താർ ചീക്ത ചില്ലാത്ത രഹ, അയാൾ എന്താണ് ചെയ്യുന്നത്, എപ്പോഴും ഇങ്ങനെ ഒച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ബീച്ച് ബീച്ച് മേ ഹവാമേ എസെ ഹാത്ത് ഹുമാത്ത മാനോ ഹാത്ത് മേ കോടാക്കോ. കോട എന്ന് വെച്ചാൽ ചാട്ടവാറെന്നാണ്. ഒരു ചാട്ടവാറ് കയ്യിലുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, വീശും. ഓക്കെ, അപ്പൊ ഇതാണ് ആ പോർഷൻ. ഇനി ഇതിൽ നിന്ന് വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വാക്യോം കെ രേഖാങ്കിത് സർവനാം മേ മോർ വോ കിസ് കിസ് കെ ബദലെ പ്രയുക്ത ഹെ. അപ്പൊ ഇതിനകത്ത് താഴെ ഒരു 2 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. इसलिए मैम कोई ना कोई जवाब देता रहा. 2ാമത്തെ സെന്റൻസ് ഇതാണ്. വോ ലഗാത്താർ ചീക്ത ചില്ലാത്ത രഹ. ഇതാണ് 2 സെന്റൻസ്. ഇതിൽ മേം എന്ന് പറയുന്ന വഹ് എന്ന് പറയുന്ന ആരാണ്, അല്ലെങ്കിൽ ആർക്ക് പകരമായിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ സെന്റൻസിലേക്ക് നോക്കുവാണെങ്കിൽ ഇസ്ലിയെ മേം കോയി ന കോയി ജവാബ് ദേത്താ രഹ, അവിടെ മേം എന്ന് പറയുന്നത് ആരാണ്, അതായത് എന്താണ്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ആ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ലേഖകമാണ്. ഇവിടെ മേം എന്ന് പറയുന്ന ലേഖകമാണ്. അതുപോലെ തന്നെ വോ ലഗാത്താർ ചീക്ത ചില്ലാത്ത രഹ, വഹ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അയാൾ എന്താണ് ചെയ്യുന്ന ഒച്ചത്തിൽ പല കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ അത് പാഗലാത്മ്യമാണ്. അപ്പൊ മേം എന്ന് പറയുന്ന ലേഖകവും വഹ് എന്ന് പറയുന്ന പാഗലാത്മ്യമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാക്യ വിസ്താർ കരയും ചാബുക് സെ പാഗൽ മാർനേക്ക്. ഇങ്ങനെ 3 വേർഡുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ്, ആദ്മി ധംകി ദേത്താ ഹെ, അതായത് ഒരാള് ഭീഷണി മുഴക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു. അതാണ് തന്നിട്ടുള്ള സെന്റൻസ്. അപ്പൊ 3 വേർഡുകളുണ്ട്. ചാബുക് സെ പാഗൽ മാർനേക്ക്. ചാബുക് സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാട്ടവാറ് കൊണ്ട്, പാഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്തനായിട്ടുള്ള, മാർനേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കും എന്നുള്ള. ഓക്കെ, അപ്പൊ നമ്മൾ വാക്യവിസ്താര കരയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെന്റൻസ്, ഇപ്പൊ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ ഈ ബ്രാക്കറ്റിൽ തന്നതിൽ ഒരു വേർഡ് ആഡ് ചെയ്തിട്ട് അടുത്ത സെന്റൻസ് എഴുതുക, പിന്നെ അതിനോട് അടുത്ത വേർഡ് ആഡ് ചെയ്തിട്ട് അടുത്ത് എഴുതുക. അങ്ങനെ ഒരു 3 സെന്റൻസുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യത്തേതാണ് ആദ്മി ധംകി ദേത്താ ഹെ, അതായത് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ മാർനേക്കി എന്ന് പറയുന്ന ആഡ് ചെയ്യാം. ആദ്മി മാർനേക്കി ധംകി ദേത്താ ഹെ, അതായത് അടിക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി 2ാമത്താണ് അടുത്ത സെന്റൻസ് ആയിട്ട് പാഗൽ ആദ്മി മാർനേക്കി ധംകി ദേത്താ ഹെ, ഭ്രാന്തനായിട്ടുള്ള ആള് അടിക്കുമെന്നുള്ള ഭീഷണി നൽകുന്നുണ്ട്. ഇനി ലാസ്റ്റ് സെന്റൻസിലേക്ക് വരുമ്പോൾ പാഗൽ ആദ്മി ചാബുക് സെ മാർനേക്കി ധംകി ദേത്താ ഹെ, പാഗൽ ആദ്മി ആ ഭ്രാന്തനായിട്ടുള്ള ആള് ചാട്ടവാറും കൊണ്ട് അടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ രീതിയിൽ നമുക്ക് 3 സെന്റൻസുകൾ അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഒരു സെന്റൻസ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് തരിക. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.